ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും വിശകലനം ചെയ്യുന്ന മീഡിയ വാച്ച് ടോക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ റയീസ് ടി.കെ. CPMന്റെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലുണ്ടായ തർക്കങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാന വാർത്ത. തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിനായി റോഡിന്റെ ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിച്ച സംഭവം മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. പത്രങ്ങൾ ഈ വാർത്തയെ എങ്ങനെ സമീപിച്ചെന്ന് നോക്കാം. ആദ്യം മലയാള മനോരമ നോക്കാം. ഞങ്ങളടയ്ക്കും വഴിയെല്ലാം എന്ന തലക്കെട്ടോടുകൂടി ഒന്നാം പേജിലാണ് മലയാള മനോരമ ഈ വാർത്ത നൽകിയത്. ജില്ലാ ഭരണകൂടവും പോലീസും നോക്കി നിന്നു എന്ന സ്ട്രാപ്പ് ലൈനും CPM പാളയം ഏരിയ സമ്മേളനത്തിന് റോഡടച്ച് സ്റ്റേജ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും എന്ന ഉപതലക്കെട്ടും ചർച്ചയായതോടെ പോലീസ് കേസെടുത്തു എന്ന ഉപതലക്കെട്ടും വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. വിവാദ വിഷയം വളരെ കൃത്യമായി തന്നെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. വാർത്ത പത്രത്തിന്റെ ഒന്നാം പേജിലാണ് നൽകിയത്. ഇനി മാതൃഭൂമി ദിനപത്രത്തിലേക്ക് വരുമ്പോൾ, പാർട്ടി ജയിച്ചു ജനം തോറ്റു എന്ന തലക്കെട്ടോടുകൂടി ഒന്നാം പേജിൽ സൂപ്പർ ലീഡായിട്ടാണ് വാർത്ത നൽകിയത്. റോഡ് കയ്യേറി CPM സമ്മേളനം, യാത്രക്കാർ മണിക്കൂറുകൾ പെരുവഴിയിൽ എന്നീ ഉപതലക്കെട്ടുകളും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. വാർത്തയോടൊപ്പം തന്നെ സമ്മേളനത്തിനായി ജനം സഹിച്ചത് ഇങ്ങനെ എന്ന പേരിൽ ജനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളെ പ്രത്യേകം ബുള്ളറ്റ് പോയിന്റുകളാക്കി നൽകിയിട്ടുമുണ്ട് മാതൃഭൂമി ദിനപത്രം. ഒപ്പം നൽകിയ ഫോട്ടോകളും വളരെ പ്രധാനപ്പെട്ടതാണ്. റോഡിന്റെ ഒരു ഭാഗത്ത് ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനങ്ങളുടെ ഫോട്ടോയും അതിനോട് ചേർന്ന് ഓട്ടോയിൽ ഇരിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഫോട്ടോയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് കൃത്യമായി വിവരിക്കാൻ ഈ ഫോട്ടോകൾക്ക് കഴിയുന്നുണ്ട്. അടുത്തതായി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, ആദ്യ പേജിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിട്ടില്ല. പകരം തിരുവനന്തപുരം എഡിഷനിലെ പ്രാദേശിക പേജിലാണ് ഈ വാർത്ത നൽകിയത്. വാർത്തയിൽ ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണവും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിൽ നിന്ന് താഴേക്കുള്ള റോഡ് അടച്ചത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ വാട്ടർ അതോറിറ്റിയുടെ പണിക്ക് വേണ്ടിയാണ്. അതും സമ്മേളനവുമായി ബന്ധമില്ല എന്നാണ് ഏരിയ സെക്രട്ടറി പറഞ്ഞത്. മാധ്യമം ദിനപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തകളും വന്നിട്ടില്ല. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടായ ഒരു സംഭവത്തിന് മിക്ക മാധ്യമങ്ങളും അർഹമായ പരിഗണന നൽകി എന്നാണ് മീഡിയ വാച്ച് ടോക്കിന്റെ അഭിപ്രായം. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ CPMൽ നടക്കുന്ന പ്രാദേശിക തർക്കങ്ങളും വിഭാഗീയതയും പതിവായി വാർത്തകളാകുന്നുണ്ട്. വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. അതിന്റെ തുടർച്ചയായാണ് തിരുവനന്തപുരത്ത് വഴിയടച്ച് സമ്മേളനം നടത്തിയ വാർത്തയും നൽകുന്നത്. മുമ്പ് CPMനുള്ളിലെ പ്രാദേശിക പ്രശ്നങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ഇത്രയധികം ചോർന്നു കിട്ടാറുണ്ടായിരുന്നില്ല. എന്നാൽ ലോക്കൽ കമ്മിറ്റി തലങ്ങളിൽ വിഭാഗീയത രൂക്ഷമായത് കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തർക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നതായാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMനുള്ളിൽ തർക്കങ്ങൾ രൂക്ഷമാകാൻ ഇടയുള്ളതിനാൽ ഈ സമ്മേളനകാലം മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ഇവന്റായി മാറുമെന്നാണ് മീഡിയ വാച്ച് ടോക്ക് കരുതുന്നത്. അടുത്തതായി ദേശീയ തലത്തിൽ ചർച്ചയായ ഒരു വിഷയം നോക്കാം. അസമിലെ ബീഫ് നിരോധനമാണ് വാർത്ത. മലയാള പത്രങ്ങൾ ഇതിനെ എങ്ങനെ സമീപിച്ചെന്ന് നോക്കാം. ആദ്യം മാധ്യമം ദിനപത്രം. പത്രത്തിന്റെ 7-ാം പേജിലാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അസമിൽ ബീഫ് നിരോധിച്ചു എന്ന തലക്കെട്ടോടുകൂടി ഒറ്റക്കോളം വാർത്തയായാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്: അസമിൽ റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതുയിടങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇതോടെ സംസ്ഥാനത്ത് മുഴുവൻ ബീഫ് നിരോധനം പ്രാബല്യത്തിൽ വന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് മാധ്യമം ദിനപത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി സുപ്രഭാതം ദിനപത്രം നോക്കാം. അസമിൽ സമ്പൂർണ്ണ ബീഫ് നിരോധനം എന്ന തലക്കെട്ടിൽ 7-ാം പേജിലാണ് സുപ്രഭാതവും ഈ വാർത്ത നൽകിയത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് അസമിലെ BJP സർക്കാർ തുടർച്ചയായി നീക്കങ്ങൾ നടത്തിവരികയാണെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ബീഫ് നിരോധിച്ച് മന്ത്രിസഭ തീരുമാനമെടുത്തത് എന്ന കാര്യം സുപ്രഭാതം ദിനപത്രം വാർത്തയിൽ പറയുന്നുണ്ട്. ഇനി മാതൃഭൂമി ദിനപത്രം നോക്കുമ്പോൾ, പത്രത്തിന്റെ 5-ാം പേജിലാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അസമിൽ ബീഫ് നിരോധിച്ചു എന്ന തലക്കെട്ടിൽ നൽകിയ വാർത്തയിൽ ബീഫ് നിരോധനത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യണമെന്നും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമുള്ള അസം മന്ത്രി പീയൂഷ് ഹസാരിയുടെ പ്രസ്താവന കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അടുത്തതായി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, പത്രത്തിൻ്റെ 6-ാം പേജിൽ അസമിൽ ബീഫ് നിരോധിച്ചു എന്ന തലക്കെട്ടിൽ
ഹോട്ടലുകളിലും പൊതു ഇടങ്ങളിലും വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചു എന്ന ഉപതലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ തീരുമാനത്തെ BJP സഖ്യകക്ഷിയായ JDU എതിർത്തത് മലയാള മനോരമ വാർത്തയിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം റൂബിൻ ജോസഫിൻ്റെ ബൈലൈനിൽ പൊതുയിടങ്ങളിൽ ബീഫ് നിരോധനം ഉന്നം രാഷ്ട്രീയ നേട്ടം എന്ന തലക്കെട്ടിൽ മനോരമ ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ബീഫ് നിരോധനത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചും പറയുന്നുണ്ട് മലയാള മനോരമ. അസമിൽ നടപ്പിലാക്കിയ ബീഫ് നിരോധനം വേണ്ടത്ര പ്രാധാന്യത്തോടെ മലയാള പത്രങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് മീഡിയ വാച്ച് ഡോഗിൻ്റെ അഭിപ്രായം. കൂട്ടത്തിൽ മലയാള മനോരമ മാത്രമാണ് കുറച്ചുകൂടെ വിശദമായ വാർത്തകൾ നൽകിയത്. അതും അത്രയേറെ പ്രാധാന്യത്തോടെ എന്ന് പറയാൻ കഴിയില്ല. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ്. മുസ്ലിം ജനസമൂഹത്തിനെതിരെ പരസ്യമായി തന്നെ ഒട്ടേറെ പ്രസ്താവനകളും ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കെ ഈ നിരോധന നടപടിയെ മാധ്യമങ്ങൾ ഗൗരവത്തോടെ വാർത്തയാക്കിയില്ല എന്നാണ് മീഡിയ വാച്ച് ഡോഗിൻ്റെ നിരീക്ഷണം. പ്രത്യേകിച്ച് ബീഫ് നിരോധനത്തിനെതിരെ ഒരുപാട് ബീഫ് ഫെസ്റ്റിവലുകൾ നടന്ന കേരളത്തിൽ ഈ വാർത്തയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം ലഭിക്കേണ്ടതായിരുന്നു. അടുത്തതായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ ഒരു വിഷയം നോക്കാം. ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് വാർത്ത. അടുത്തിടെ ബംഗ്ലാദേശിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഹിന്ദു ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലായതും തുടർന്നുള്ള സംഭവ വികാസങ്ങളും എങ്ങനെയാണ് മലയാള പത്രങ്ങൾ വാർത്തയാക്കിയതെന്ന് നോക്കാം. ആദ്യം മലയാള മനോരമ നോക്കാം. ബംഗ്ലാദേശിൽ ഹിന്ദു നേതാവിൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം നാളെ എന്ന തലക്കെട്ടിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതലാണ് കഴിഞ്ഞ ആഴ്ചയിൽ വാർത്തകൾ വന്നത്. ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലാവാനുള്ള കാരണവും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഇതിൻ്റെ ഫോളോ അപ്പ് വാർത്തകളും നൽകിയിട്ടുണ്ട് മലയാള മനോരമ. ജാമ്യ ഹർജി മാറ്റിവെച്ചതായിരുന്നു വാർത്ത. അതിനടുത്ത ദിവസം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രങ്ങൾ കറൻസി നോട്ടിൽ നിന്നും ഒഴിവാക്കിയതും വാർത്തയായി നൽകിയിട്ടുണ്ട്. കൂടെ കേരളത്തിൽ BJP നടത്തിയ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രതിഷേധവും വാർത്തയായി നൽകിയിട്ടുണ്ട് മലയാള മനോരമ. ഇനി മാതൃഭൂമി ദിനപത്രത്തിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശ് സന്യാസിമാരുടെ അറസ്റ്റ് മനുഷ്യാവകാശ ലംഘനം, ഭാരതീയ വിചാര കേന്ദ്രം എന്ന തലക്കെട്ടിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രസ്താവനയാണ് മാതൃഭൂമി വലിയ വാർത്തയായി നൽകിയത്. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയതുകൊണ്ടാണ് സന്യാസിമാർക്കെതിരെ സർക്കാർ പ്രതികാര നടപടികൾ കൈക്കൊണ്ടത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ ഇസ്ലാമിക മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന കിരാതമായ ആക്രമണ പരമ്പരകളെ തടയുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെട്ടു. സംഘപരിവാർ സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രസ്താവനയ്ക്ക് വലിയ പരിഗണന നൽകിയ മാതൃഭൂമി അടുത്ത ദിവസങ്ങളിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ചില ചെറിയ ഫോളോ അപ്പ് വാർത്തകൾ മാത്രമാണ് നൽകിയത്. ഇനി മാധ്യമം ദിനപത്രത്തിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഫോളോ അപ്പായി തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടതും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂട മേധാവി മുഹമ്മദ് യൂനുസ് വംശഹത്യയുടെ സൂത്രധാരനാണെന്ന ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയും മറ്റ് വിവരങ്ങളുമാണ് വാർത്തയിലുള്ളത്. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് കാരണമാകുന്നുണ്ട്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദു ജനത ആക്രമിക്കപ്പെടുകയാണെന്ന കാര്യം BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ പ്രചാരണായുധമാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് വിഷയത്തിൽ കൃത്യവും വിശദവുമായ വിവരങ്ങൾ നൽകാൻ മാധ്യമങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് മീഡിയ വാച്ച് ഡോഗിൻ്റെ അഭിപ്രായം. വസ്തുതാപരമായ വിവരങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ഫേക്ക് ന്യൂസുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകളും ഫോളോ അപ്പുകളും മലയാളം മാധ്യമങ്ങളിൽ വളരെ കുറവാണ്. അടുത്തതായി ഈ ആഴ്ചയിലെ മികച്ച മുഖപ്രസംഗം തിരഞ്ഞെടുക്കുകയാണ്. ഡിസംബർ 2-ാം തീയതി മാതൃഭൂമി എഴുതിയ തരം മാറ്റപ്പെടുന്ന ഉദ്ദേശശുദ്ധി എന്ന മുഖപ്രസംഗമാണ് ഈ ആഴ്ചയിലെ മികച്ച മുഖപ്രസംഗമായി തിരഞ്ഞെടുക്കുന്നത്. നെൽകൃഷി ചെയ്തിരുന്ന ഭൂമി തരം മാറ്റിയതിലൂടെ സർക്കാരിന് ഫീസായി കിട്ടിയ കോടികൾ നെൽകൃഷിക്ക് തന്നെ വിനിയോഗിക്കണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഈ മുഖപ്രസംഗം മാതൃഭൂമി എഴുതുന്നത്. കൃഷിഭൂമി തരം മാറ്റാനുള്ള പ്രവണതയെ പരമാവധി നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഫീസ് ഏർപ്പെടുത്തുക വഴി നെൽവയൽ
തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ രൂപകർത്താക്കൾ ഉദ്ദേശിച്ചത്. എന്നാൽ നിശ്ചിത ഫീസടച്ച് കൃഷിഭൂമി തരം മാറ്റാനായി ലഭിച്ച അപേക്ഷകളുടെ ആധിക്യം കണക്കിലെടുത്താൽ നിയമത്തിൻ്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ന്യായമായും സംശയം തോന്നും എന്ന വളരെ സുപ്രധാനമായ കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് മുഖപ്രസംഗം. 2018 ഈ നിയമം ഭേദഗതി ചെയ്ത ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30 വരെ 4,28,789 തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കിയെന്നാണ് സംസ്ഥാന സർക്കാർ ഈയിടെ ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. ലഭിച്ച അപേക്ഷകളിൽ 2,88,156 എണ്ണം തീർപ്പാക്കാനുണ്ടെന്നും അറിയിച്ചു. നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം ഇങ്ങനെ ഫീസടച്ച് തരം മാറ്റിയ കൃഷിഭൂമിയുടെ യഥാർത്ഥ അളവ് പൊതുമണ്ഡലങ്ങളിൽ ലഭ്യവുമല്ല. ഇതിനിടെയാണ് ഭൂമി തരം മാറ്റലിലെ ഫീസ് പോലും നിർദ്ദിഷ്ട ലക്ഷ്യത്തിനായി വിനിയോഗിച്ചില്ലെന്ന് വെളിപ്പെട്ടത്. ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടി നീതിപീഠത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിൽ ആശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. നെൽകർഷകരും നെൽകൃഷിയും ഏറെ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് എഴുതപ്പെട്ട ഈ മുഖപ്രസംഗം ഏറെ പ്രസക്തമാണെന്ന് മീഡിയ വാച്ച് ഡോഗ് വിലയിരുത്തുന്നു. അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും വിശകലനം ചെയ്യാം. നന്ദി.